നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് കോഴിക്കോട് മേത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 51 വയസ്സായിരുന്നു. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. മലബാറിലെ ആദ്യ മുസ്ലിം വനിതാ MLA ആണ്. കാനത്തിൽ ജമീലയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ഖബറടക്കം ചൊവ്വാഴ്ച നടക്കും. കോഴിക്കോട് നിന്ന് YS അഭിനന്ദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, അസുഖബാധിതയായി ചികിത്സയിലായിരുന്നെങ്കിൽ പോലും ഈ വേർപാട് വലിയ ഞെട്ടലോടെയാണ് സഹപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ഒപ്പം മണ്ഡലത്തിലെ ജനങ്ങളും ആ വാർത്ത അറിയുന്നത്. ആശുപത്രിയിലേക്ക് ഇപ്പോഴും നേതാക്കളുടെ ഒരു പ്രവാഹമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഗോകുൽ അർബുദബാധിതയായി 4ാമത്തെ സ്റ്റേജിലായിരുന്നു ഇപ്പോൾ അർബുദബാധ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് 3ാമത്തെ സ്റ്റേജിൽ പൂർണ്ണമായിട്ടും ഒരു രോഗമൊക്കെ അത് തരണം ചെയ്തതിനു ശേഷം മണ്ഡലത്തിൽ സജീവമായിരുന്നു കൊയിലാണ്ടി MLA ആയിട്ടുള്ള കാനത്തിൽ ജമീല. അപ്പോഴും ഈ ഘട്ടത്തിൽ ആശുപത്രിയിൽ വരുമ്പോഴും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ പാർട്ടിക്കും മണ്ഡലത്തിലെ ജനങ്ങൾക്കും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ കോഴിക്കോട് മേത്ര ആശുപത്രിയിൽ ആളുകളുടെ ഒഴുക്ക്, നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം അല്പം മുമ്പ് ഇവിടെ എത്തി പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ NCP നേതാവ് PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. സംസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ ചൊവ്വാഴ്ചയാണ് സംസ്കാരം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മകൻ വിദേശത്താണുള്ളത്. വിദേശത്ത് നിന്ന് മകൻ എത്തിയതിനു ശേഷം ചൊവ്വാഴ്ച സംസ്കാരം നടക്കും. രാവിലെയോടുകൂടി ചൊവ്വാഴ്ച രാവിലെ ഇവിടെ നിന്നും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരിക്കും ആദ്യം പൊതുദർശനത്തിലെത്തുക. പിന്നീട് സ്വന്തം മണ്ഡലമായ കൊയിലാണ്ടി ടൗൺ ഹാളിലെത്തിക്കും. പിന്നീട് അത്തോടിയിലേക്ക് കൊണ്ടുപോകും. ഈ രാഷ്ട്രീയ രംഗത്തെ അവരുടെ ഒരു രാഷ്ട്രീയ കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ഘട്ടത്തിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെയാണ് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. ഒരു ഇടത് കുടുംബത്തിനാണ് ജനിച്ചെങ്കിലും കാനത്തിൽ ജമീല ആദ്യഘട്ടത്തിലൊന്നും രാഷ്ട്രീയ പ്രവർത്തനം സജീവമായിരുന്നില്ല. പിന്നീട് കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെയാണ് പഞ്ചായത്ത് അംഗമാകുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗമായതിനു ശേഷം പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുന്നു. അവിടെ പ്രസിഡന്റ് ആകുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗമായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി 2 തവണയാണ് കോഴിക്കോട്ട് ഉണ്ടായിരുന്നത്. 2021 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ രാജിവെച്ചാണ് കൊയിലാണ്ടിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 8000-ൽ പരം വോട്ടുകൾക്ക് വിജയിക്കുന്നു. ഏറ്റവും പ്രധാനമായും കാനത്തിൽ ജമീല എടുത്ത് പറയേണ്ടത് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലും ഒരുപോലെ പ്രവർത്തിച്ച ഒരാൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. CPM-ന്റെ വനിതാ മുഖങ്ങളിലെ പ്രധാനി. കൊയിലാണ്ടിയിൽ ഒരു വലിയ മത്സരമൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അതിൽ പോലും 8000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുകയായിരുന്നു. മലബാറിലെ ആദ്യ വനിതാ മുസ്ലിം MLA ആണ്. നമ്മൾ പലപ്പോഴും ഈ കാനത്തിൽ ജമീല MLA-യുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്കൊക്കെ സജീവമാക്കുമ്പോൾ ഒരു മുസ്ലിം വനിത ഇത്തരത്തിലേക്ക് സജീവമാകുന്നതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർക്കെതിരെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ അവർ പ്രതിരോധിച്ച രീതിയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാർക്കിടയിലും ജനങ്ങൾക്കിടയിലും സജീവമായി നിന്നൊരു മുഖമായിരുന്നു കാനത്തിൽ ജമീല. കഴിഞ്ഞ തവണ അർബുദത്തെ ഒക്കെ അതിജീവിച്ച് അവർ കൊയിലാണ്ടിയുടെ വികസന കാര്യങ്ങളിൽ സജീവമായിരുന്നു. പൊതുപരിപാടികളിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ് പിന്നീട് കുറിച്ച് മൂർച്ഛിക്കുകയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. 2 ദിവസം വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു. അങ്ങനെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് MLA-യുടെ മരണവിവരം പുറത്തു വരുന്നത്. എന്തായാലും കൊയിലാണ്ടിയിൽ അത്തോളിലായിരിക്കും സംസ്കാരം നടക്കുക. അത്തോളി ജുമാ മസ്ജിദിലായിരിക്കും ചൊവ്വാഴ്ച സംസ്കാരം നടക്കുക. മകൻ ഇപ്പോഴും വിദേശത്താണുള്ളത്. വിദേശത്ത് നിന്ന് വന്നതിന് ശേഷമായിരിക്കും പൊതുദർശനം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ നടക്കുക എന്നാണ് നേതാക്കൾ അടക്കം പ്രതികരിച്ചിട്ടുള്ളത്. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, മുൻ ജില്ലാ സെക്രട്ടറി, ഒപ്പം തന്നെ കേരള ബാങ്ക് പ്രസിഡന്റുമായിട്ടുള്ള P മോഹനൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള TP മുസാഫർ, KK ലതിക, NCP നേതാവ് PC ചാക്കോ, MK രാഘവൻ MP തുടങ്ങിയ നേതാക്കൾ ഇവിടെ എത്തി അനുശോചനം അറിയിച്ചതിന് ശേഷം മടങ്ങിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ അപ്പുറത്തേക്ക് വലിയ സൗഹൃദം, അത് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അവർ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നത് അങ്ങനെയാണ്. നിറഞ്ഞ ചിരിയും സൗമ്യമായിരുന്ന രാഷ്ട്രീയ പ്രവർത്തനവും ലാളിത്യമുള്ള ഒരു ഇടപെടലുമായിരുന്നു കാനത്തിൽ ജമീലയുടേതെന്ന് നേതാക്കളാകെ ഓർക്കുന്നുണ്ട്. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ് നേതാക്കൾ. ലാളിത്യമാർന്ന ഇടപെടലിലൂടെ പൊതുസമൂഹത്തിന്റെ അംഗീകാരം നേടിയ നേതാവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറിയിരുന്ന നേതാവായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നാടിന്റെ വികസനത്തിന് ശക്തമായ ഇടപെടൽ നടത്തിയ സൗമ്യമായ പെരുമാറ്റത്തിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വനിതാ നേതാവിനെയാണ് നഷ്ടമായതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ചയിൽ വളരെ ശക്തമായി ഇടപെട്ട MLA എന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ.
തൻ്റെ ജീവിതം മുഴുവൻ പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു സമർപ്പിത ജീവിതമായിരുന്നു സഖാവ് ജമീലക്ക് ഉണ്ടായിരുന്നത്. കാനത്തിൽ ജമീലയുടെ അകാലത്തിലുള്ള ഈ വിയോഗം അവരുടെ കുടുംബത്തിന് താങ്ങാനാവാത്ത ആഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജമീലയെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകരും അല്ലാത്തവരും ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ദുഃഖത്തോടൊപ്പം പാർട്ടി സംസ്ഥാന കമ്മിറ്റി പങ്കുചേരുകയാണ്. ഞാനുമായും കഴിഞ്ഞ ഒരു 10-16 വർഷക്കാലത്തെ നല്ല സൗഹൃദമായിരുന്നു. ഏത് കാര്യങ്ങളും പരസ്പരം സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നു. ഞാൻ ചെന്നൈ ആശുപത്രിയിൽ അവരെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴും എൻ്റെ ഒരു ആത്മവിശ്വാസം തിരിച്ചു വരും എന്നുള്ളതായിരുന്നു. പക്ഷേ അവരുടെ ഈ വേർപാട് തീർത്തും ദുഃഖകരമാണ്, നാടിന് വലിയ നഷ്ടമാണ്. അവരുടെ ഈ ഒരു അകാല വേർപാടിൽ എൻ്റെ വ്യക്തിപരമായ അനുശോചനം രേഖപ്പെടുത്തുന്നു, ദുഃഖം രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ രാഷ്ട്രീയമായി വ്യത്യസ്തമായ ചേരികളിലാണെങ്കിൽ പോലും വലിയ നല്ല ആത്മബന്ധമായിരുന്നു. അത് നിയമസഭയിൽ അതിശക്തമായി ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയും നിയമസഭയ്ക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോകുന്നത്, ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എല്ലാം ഒന്നിച്ചാവും. ആ ഒരു സ്നേഹം അതാണ് പലപ്പോഴും എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വ്യത്യസ്തമായ രാഷ്ട്രീയമോ ആശയങ്ങളോ ഒക്കെ ആണെങ്കിൽ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ, സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ ഒക്കെ കാണിക്കുന്നൊരു, പ്രത്യേകിച്ചും ഞങ്ങളെയൊക്കെ വേദനയിൽ പലപ്പോഴും ആ കാര്യങ്ങൾ പറയുകയും പലപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അത്രയും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനം അവരെ വീട്ടിൽ പോയി കണ്ടിരുന്നു. നല്ല ആത്മവിശ്വാസത്തിലാണ്. ഈ അസുഖത്തെ മറികടക്കാനാകുമെന്ന് പൊതുവെ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. നല്ല ആത്മവിശ്വാസത്തിൽ അതിനെ മറികടക്കാൻ പറ്റുന്ന നിലയിലേക്ക് അപ്പോഴും നിയോജക മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തുകയും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയായിരുന്നു. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ മാതൃകയാണ് സഖാവ് കാനത്തിൽ ജമീല. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല. മലബാറിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ ആദ്യ വനിതയാണ് കാനത്തിൽ ജമീല. സൗമ്യമായ പെരുമാറ്റത്തിലൂടെ ജനങ്ങളുടെ ഹൃദയം നേടിയ നേതാവ്. വാർഡ് മെമ്പറായി തുടങ്ങി നിയമസഭ വരെ എത്തിയ യാത്രയായിരുന്നു കാനത്തിൽ ജമീലയുടേത്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മലബാറിലെ ആദ്യ വനിതാ MLA ആണ് വിടവാങ്ങിയത്. കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെ പൊതുരംഗത്തെത്തിയ കാനത്തിൽ ജമീലയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം പഞ്ചായത്ത് അംഗമായി. 1995 തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 2005 ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, 2010 2020 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും ജനസമ്മതി തെളിയിച്ച നേതാവ്. 2021 കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തിയത്. വാർഡ് മെമ്പറായി തുടങ്ങി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെല്ലാം ഭരണ മികവ് തെളിയിച്ച് നിയമസഭാംഗം വരെ എത്തിയ അപൂർവത. യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച ജമീല വെല്ലുവിളികളേറെ നേരിട്ടാണ് ചെറുപ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സജീവമായത്. നിലവിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ലാളിത്യം കൊണ്ട് പൊതുസമ്മതി നേടിയ കാനത്തിൽ ജമീല രാഷ്ട്രീയത്തിനതീതമായി ഊഷ്മളമായ സൗഹൃദം സൂക്ഷിച്ചു. നിയമസഭയുടെ അവസാന സെഷനിലും സജീവമായിരുന്ന കാനത്തിൽ ജമീലയുടെ വിയോഗം അപ്രതീക്ഷിതമാണ്. എന്നും ജനപക്ഷത്ത് നിലപാടുറപ്പിച്ച വനിതാ നേതാവ്. നീറുന്ന ജീവൽ പ്രശ്നങ്ങളിലും ആശ്വാസം പകർന്ന സൗമ്യമുഖം മായുന്നു. കാനത്തിൽ ജമീല ഇനി ഓർമ്മകളിൽ. ന്യൂസ് ഡെസ്ക് 24. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കാനിരിക്കെ നിർണായക നീക്കങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അതിജീവിതയ്ക്കെതിരെ സീൽഡ് കവറിൽ ചില രേഖകൾ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചു. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി യുവതി മൊഴി നൽകിയിട്ടുണ്ട്. രാഹുലിന്റെ വീട്ടിൽ നിന്ന് വിവാഹത്തിന് സമ്മതം ലഭിക്കാൻ വേണ്ടിയാണ് ഗർഭം ധരിച്ചതെന്നും പെൺകുട്ടി പോലീസിന് നൽകിയ നിർണായക മൊഴിയിൽ പറയുന്നു. രാഷ്ട്രീയ പ്രേരിതമായ കേസെന്നാരോപിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും.
യുവതിക്കെതിരെ തെളിവെന്ന് ചൂണ്ടിക്കാട്ടി സീൽഡ് കവറിൽ ചില രേഖകൾ രാഹുൽ കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖ, പരാതി നൽകാൻ മറ്റൊരാൾ യുവതിയെ സമ്മർദ്ദപ്പെടുത്തുന്നതിന്റെ രേഖകൾ എന്നിവയാണ് കൈമാറിയതെന്നാണ് വിവരം. എന്നാൽ രാഹുലിനെതിരെ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയിൽ രാഹുലിന് കുരുക്കാകുന്ന പല കാര്യങ്ങളുമുണ്ട്. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ഡിവോഴ്സ് ആയതിനാൽ രാഹുലിന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്നും വിശ്വസിപ്പിച്ചു. ഗർഭം ധരിച്ചത് അതിനാലാണെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷം 5 മാസം കഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിചയപ്പെട്ടതെന്നും പെൺകുട്ടി മൊഴി നൽകി. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തിയിരുന്നു. വഞ്ചിയൂരിലുള്ള അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തി വക്കാലത്ത് ഒപ്പിട്ട ശേഷമാണ് ഒളിവിൽ പോയത്. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന പരാതിയിലൂടെ പുറത്തുവന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുള്ള വീക്ഷണം മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം. പാർട്ടി മുഖപത്രത്തിൽ അത്തരമൊരു ലേഖനം വരാൻ പാടില്ലായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. എഡിറ്റോറിയൽ എഴുതിയവരോട് ചോദിക്കണമെന്നാണ് VD സതീശന്റെ പ്രതികരണം. എഡിറ്റോറിയലിൽ ജാഗ്രത കുറവുണ്ടായെന്ന് വീക്ഷണം MD ജെയ്സൺ ജോസഫ് സമ്മതിച്ചു. പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടിൽ വീക്ഷണത്തിൽ വന്ന മുഖപ്രസംഗം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതോടെയാണ് പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച എഡിറ്റോറിയലിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് വീക്ഷണം MD ജെയ്സൺ ജോസഫ് സമ്മതിച്ചു. എഡിറ്റോറിയൽ ബോർഡിനോട് വിശദീകരണം തേടിയെന്നും ജെയ്സൺ ജോസഫ്. പാർട്ടിയുടെ നിലപാടിനെതിരെയാണ് ലേഖനമെന്നും തിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പാർട്ടിയുടെ തീരുമാനത്തിനും നയത്തിനും യോജിച്ചതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് തിരുത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വീക്ഷണം എഡിറ്റോറിയലിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എഴുതിയവരോട് ചോദിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അവരോട് എഴുതിയവരോട് പോയി ചോദിക്കും, എനിക്കറിയില്ല. രാഹുലിനെ ന്യായീകരിക്കാൻ പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ലെന്നും എല്ലാ സ്ത്രീകൾക്കും മാനമുണ്ടെന്നും K മുരളീധരനും പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാനൊന്നും പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നായിരുന്നു വീക്ഷണം മുഖപ്രസംഗത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് 24. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തോട് അടുക്കുന്നു. തീരത്തിന് 25 കിലോമീറ്റർ അകലെ വെച്ച് കാറ്റ് ദുർബലമാകുമെന്നാണ് പുതിയ വിവരം. നാളെ 5 ജില്ലകളിൽ ശക്തമായ കാറ്റ് വീശും. 5 ജില്ലകളിലും പുതുച്ചേരി, കാരക്കൽ മേഖലകളിലും റെഡ് അലർട്ടാണ്. ചെന്നൈയിൽ നിന്നുള്ള 54 വിമാന സർവീസുകൾ റദ്ദാക്കി. അതേസമയം ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കേരളത്തിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. ഇന്ന് പുലർച്ചെയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരം തൊട്ടത്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ മഴയിലും പ്രളയത്തിലും ഭൂചലനത്തിലും 130-ലധികം പേർ മരിച്ചെന്നാണ് കണക്ക്. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയുടെ നാവികസേനാ കപ്പലുകളും വ്യോമസേനാ വിമാനവും ശ്രീലങ്കയിലെത്തി. ശ്രീലങ്കയിലെ 25 ജില്ലകളിൽ 20ഇടത്തും ചുഴലിക്കാറ്റ് നാശം വിതച്ചു. തലസ്ഥാനമായ കൊളംബോ പ്രളയത്തിൽ ദുരന്തഭൂമിയായി മാറി. കെലാനി ഉൾപ്പെടെയുള്ള നിരവധി നദികൾ കരകവിഞ്ഞൊഴുകിയത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് 300 മില്ലിമീറ്റർ മഴയാണ് ശ്രീലങ്കയിൽ പെയ്തത്. വീടുകളും വാഹനങ്ങളും റോഡുകളും കൃഷിയിടങ്ങളും പ്രളയത്തിൽ ഒഴുകിപ്പോയി. 170-ലധികം ആളുകളെ കാണാതായെന്നാണ് റിപ്പോർട്ട്. നാശനഷ്ടങ്ങൾ ഇനിയും ഏറുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വലിയ വനസമ്പത്തും കൃഷിയുമുള്ള ശ്രീലങ്കയിൽ നാശനഷ്ടങ്ങൾ ഇപ്പോഴും കൃത്യമായി കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും പ്രളയം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് ദുരിതാശ്വാസ സഹായവുമായി ഇന്ത്യയുടെ എയർഫോഴ്സ് വിമാനങ്ങളും നാവികസേന കപ്പലുകളും എത്തി. ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പേരിട്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി 27 ടൺ സാധനങ്ങളാണ് ഇന്ത്യ ശ്രീലങ്കയിലെത്തിച്ചത്. അവശ്യ സാധനങ്ങൾ കൂടാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 80 NDRF സേനാംഗങ്ങളെയും ഇന്ത്യ വിട്ടു നൽകി. അപകട വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനമറിയിച്ച് രംഗത്തെത്തിയിരുന്നു. സഹായം നൽകിയ ഇന്ത്യക്ക് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെരാത്ത് നന്ദി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയിൽ കുടുങ്ങിയ മലയാളികളെ തിരികെ എത്തിക്കുന്നതിനും അവർക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരിക്കുന്നു. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനാണ് മുഖ്യമന്ത്രി കത്തയച്ചിട്ടുള്ളത്.
ശ്രീലങ്കയിൽ 300ഓളം മലയാളികൾ 300ഓളം ഇന്ത്യക്കാരുണ്ട്, അതിൽ മലയാളികളുമുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ അവർക്ക് ലഭിച്ചിട്ടില്ല. കൊളംബോയിൽ നിന്ന് മടങ്ങി വരുന്നതിലും അവർ പ്രതിസന്ധി നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ സഹായ സഹകരണവും നൽകാൻ കേരളം തയ്യാറാണ്. അതിന് കേന്ദ്രത്തിന്റെ ഇടപെടൽ കൂടി ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ ഗവർണറേറ്റിൽ നിന്ന് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലേക്ക് കൈമാറി. ശിക്ഷയിൽ ഇളവ് നൽകി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കണമെന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗവർണറേറ്റിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് സുപ്രധാനമായ ഈ കൈമാറ്റം നടന്നതെന്നാണ് വിവരം. റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഫയൽ വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് അയച്ചതായി റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. ഇതു സംബന്ധമായ വിവരം അഭിഭാഷകർക്കും ഇന്ത്യൻ എംബസിക്കും പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുവൂരിനും ലഭിച്ചു. നിലവിൽ 19 വർഷത്തിലധികം ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ അബ്ദുറഹീമിന് അവശേഷിക്കുന്ന ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി മാപ്പ് നൽകണമെന്നാണ് ആവശ്യം. വധശിക്ഷ റദ്ദാക്കാനായി 15 മില്യൺ റിയാൽ ദിയ നൽകുകയും ദീർഘകാലം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത സാഹചര്യം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടു. അബ്ദുറഹീമിന് വേണ്ടി അഡ്വക്കേറ്റ് റന, അബു ഫൈസൽ എന്നിവർ മുഖേനയാണ് നിയമസഹായ സമിതി റിയാദ് ഗവർണർക്ക് അപേക്ഷ നൽകിയത്. വിധി പ്രകാരമുള്ള 20 വർഷത്തെ ശിക്ഷാ കാലാവധി 2026 മെയ് 20-നാണ് പൂർത്തിയാകുകയെന്നും സമിതി അറിയിച്ചു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന് ദിയാധനം നൽകിയതിനെ തുടർന്നാണ് സൗദി കുടുംബം മാപ്പ് നൽകിയതും വധശിക്ഷ റദ്ദാക്കപ്പെട്ടതും. എന്നാൽ പൊതു അവകാശപ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റിയാദിലെ അപ്പീൽ കോടതി 20 വർഷം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. ഈ വിധി പിന്നീട് സുപ്രീം കോടതി ശരിവച്ചു. ഇതിൽ ഇളവ് നൽകി ഉടൻ മോചിപ്പിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. PM ശ്രീ പദ്ധതിയിൽ കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ഡോക്ടർ ശശി തരൂർ MP. സ്കൂളുകൾ മെച്ചപ്പെടുത്താൻ ഫണ്ട് വേണ്ട എന്ന് ശശി തരൂർ ചോദിച്ചു. മോദി സർക്കാരിന്റെ വികസന പദ്ധതികളിൽ മതവിവേചനം കണ്ടിട്ടില്ലെന്നും തരൂർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഖം വേണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. PM ശ്രീ പദ്ധതിയിൽ CPM-നെ കോൺഗ്രസ് കടന്നാക്രമിക്കുമ്പോഴാണ് ഒരു വശത്ത് ശശി തരൂരിന്റെ പിന്തുണ. PM ശ്രീയിൽ കാവ്യവൽക്കരണം കാണുന്നില്ല. സിലബസിൽ പ്രശ്നമുണ്ടെങ്കിൽ സംസ്ഥാന സിലബസ് നടപ്പാക്കിയാൽ പോരെയെന്ന് ശശി തരൂർ. നമുക്ക് അവരുടെ NEP ചില വിഷയങ്ങൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് പൂർണ്ണ അവകാശത്തോട് പറയാൻ നമ്മൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി ഫോളോ ചെയ്യും. അതല്ലേ ഈ ഫെഡറൽ സിസ്റ്റമിന്റെ ഒരു ഗുണം നമുക്കുള്ളത്. കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണമെന്നും ശശി തരൂർ. ഇത് എവിടെ പോയാലും ഏത് പാർട്ടിയുടെ അകത്തും ഒരു മുഖമാണ്. ആ മുഖത്തിന്റെ പേരിലാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുലിനെ തള്ളാതെയും പിന്തുണയ്ക്കാതെയുമായിരുന്നു തരൂരിന്റെ പ്രതികരണം. ഇതില് പോലീസ് അന്വേഷണം നടക്കട്ടെ. അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞല്ലോ, അവരതിന് ചെയ്യുന്നുണ്ട്. FIR ഒക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. നിയമപ്രകാരവും ന്യായപ്രകാരവും ഒരു പരിഹാരം വരട്ടെ. അതുവരെ ഞാൻ വേറെ ഒരു കോമന്റിന് പറയുന്നില്ല. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യാപേക്ഷയുമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ അന്വേഷണത്തോട് സഹകരിച്ചെന്നും ജാമ്യം വേണമെന്നും A. പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതേസമയം തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ 2 ജാമ്യാപേക്ഷകളും തള്ളി. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കടത്തിയ കേസിൽ KS ബൈജുവിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. സ്വർണ്ണക്കൊള്ള കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ സമീപിച്ചത്. അന്വേഷണത്തോട് സഹകരിച്ചുവെന്നും തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും A. പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ജാമ്യാപേക്ഷ ഡിസംബർ 2-ന് കോടതി പരിഗണിക്കും. കേസിൽ 7ാം പ്രതിയായ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് തള്ളി. നിലവിൽ കേസന്വേഷണം പൂർത്തിയായില്ലെന്നും ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പ്രോസിക്യൂഷൻ വാദം പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അതേസമയം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് KS ബൈജുവിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. ദേവസ്വം ബോർഡ് അനുമതിയോടെയാണ് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതെന്ന് KS ബൈജു ആവർത്തിച്ചു. തന്ത്രിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനമെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി തന്ത്രിയുമായുള്ള ബന്ധം സംബന്ധിച്ച് വ്യക്തത വരുത്താനും അന്വേഷണ സംഘം തീരുമാനമെടുത്തു. ഡിസംബർ 5 വരെ KS ബൈജുവിനെ റിമാൻഡ് ചെയ്തു. കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ അടുത്ത മാസം 3-ലേക്ക് മാറ്റി. 24 കൊല്ലം. മുനമ്പം ഭൂസമരം നാളെ അവസാനിക്കാനിരിക്കെ സമരസമിതിയിൽ ഭിന്നത. സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം 5 പേർ മാത്രം ചേർന്നെടുത്തതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. നാളെ മുതൽ പുതിയ സമരം തുടങ്ങുമെന്നാണ് പ്രഖ്യാപനം. അതേസമയം സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ച് സമരം നിർത്തുന്നുവെന്ന് മുനമ്പം പള്ളി സഹവികാരി ഫാദർ മോൻസി വർഗീസ് പറഞ്ഞു.
മുനമ്പം ഭൂമി തർക്കത്തിൽ അന്തിമവിധി വരുന്നതുവരെ കരം സ്വീകരിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവും സർക്കാരിന്റെ അനുകൂല നിലപാടും ചൂണ്ടിക്കാട്ടിയാണ് നാളെ ഭൂസംരക്ഷണ സമിതി 413 ദിവസമായി തുടരുന്ന സമരം നിർത്തുന്നത്. നാളെ ഉച്ചയ്ക്ക് 2:30 സമരപ്പന്തലിൽ മന്ത്രി പി രാജീവ്, MLA KN ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെത്തി നിരാഹാര സമരം ഇരിക്കുന്നവർക്ക് നാരങ്ങാനീര് നൽകും. ഒരു പാർട്ടിയുടെയും വിജയമല്ല, 610 കുടുംബങ്ങളുടെ ഐക്യത്തിന്റെ വിജയമാണ് ഉണ്ടായതെന്ന് മുനമ്പം പള്ളി സഹവികാരി ഫാദർ മോൻസി വർഗീസ്. ഇത് ഒരു പാർട്ടിക്കോ അതുമല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോ അതുമല്ലെങ്കിൽ ഒരു ആശയത്തിനോ ഉള്ള ഒരു വിജയമല്ല, ഇത് ഈ 610 കുടുംബങ്ങളുടെ വിജയമാണ്. ഈ തീരുമാനത്തിനെതിരായിട്ടാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത്. താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഉണ്ടായതെന്നും വഖഫ് രജിസ്റ്ററിൽ നിന്ന് മുനമ്പത്തെ ഭൂമി ഒഴിവാക്കിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെ നാളെ പുതിയ സമരപ്പന്തൽ കെട്ടി സമരം തുടങ്ങാനാണ് മറുചേരിയുടെ നീക്കം. ഞങ്ങളുടെ എല്ലാ റവന്യൂ അവകാശവും പരിപൂർണമായിട്ട് കിട്ടുന്നത് വരെ ഞങ്ങൾ വീണ്ടും സമരം ആരംഭിക്കുന്നു. ഇതൊരു ഇലക്ഷൻ ഗിമ്മിക്ക് അല്ലാതെ വേറെ എന്ത് ഗിമ്മിക്ക്, വേറെ എന്തെന്നാണ് ഇതിനകത്തുള്ളത്? സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നയിച്ച സമരം അവസാനിപ്പിക്കാനിരിക്കെയാണ് മുനമ്പത്ത് പുതിയ പ്രതിസന്ധി. 24 കൊച്ചി. ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതി രജനിക്കും വധശിക്ഷ. ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. 1ാം പ്രതി പ്രബീഷിനെ കഴിഞ്ഞ ദിവസം വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ആലപ്പുഴ സ്വദേശികളായ പ്രബീഷും രജനിയും വർഷങ്ങളായി ഒരുമിച്ചായിരുന്നു താമസം. ഇതിനിടെ പാലക്കാട് ജോലി ചെയ്തിരുന്ന അനിതയുമായി പ്രബീഷ് പ്രണയത്തിലായി. ഗർഭിണിയായതോടെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം അനിത ഉയർത്തിയിരുന്നു. ഗർഭം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് പ്രബീഷും രജനിയും ചേർന്ന് കൊല നടത്തിയത്. രജനിയുടെ തൊട്ടുവാത്തലയിലെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ ശേഷം പൂക്കയതയാറ്റിൽ മൃതദേഹം തള്ളി. കൊലപാതകത്തിന് ക്രൂരത കണക്കിലെടുത്താണ് കോടതി ഇരുവർക്കും വധശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു പ്രബീഷിന്റെ ശിക്ഷാവിധി. ലഹരിക്കടത്ത് കേസിൽ ഒഡീഷയിലെ ജയിലിലായിരുന്ന രജനിയെ അന്ന് കോടതിയിലാക്കാൻ സാധിച്ചില്ല. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രജനിയുടെ ശിക്ഷാവിധി ഇന്നത്തേക്ക് മാറ്റിയത്. 2021 ജൂലൈയിലായിരുന്നു സംഭവം. 112 സാക്ഷികളുണ്ടായിരുന്ന കേസിൽ 82 പേരെ വിസ്തരിച്ചു. 131 രേഖകളും പൂക്കയതയാറ്റിൽ മൃതദേഹം തള്ളാൻ ഉപയോഗിച്ച ഫൈബർ വള്ളമടക്കം 53 തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. രജനിയുടെ അമ്മയും പ്രോസിക്യൂഷൻ അനുകൂലമായി സാക്ഷി പറഞ്ഞിരുന്നു. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.